നമസ്കാരം. കലയുടെ കനകം വിളയുന്ന ഈ സുഹൃത ഭൂമിയിൽ സംഗീതത്തിന്റെ കളിവിളക്ക് തെളിയുകയായി. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4ന്റെ 8ാം ഘട്ടം ഇതാ ഇവിടെ ആരംഭിക്കുന്നു. ഈ 8th സ്റ്റേജിൽ നമ്മളുടെ 3 ജഡ്ജസും എത്തിക്കഴിഞ്ഞു. നമ്മൾക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം. ആദ്യം തന്നെ നമ്മൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട പ്ലേബാക്ക് സിംഗർ KS ചിത്ര. And let's welcome music director Sharat. And finally നമ്മളുടെ ജഡ്ജിംഗ് പാനൽ കംപ്ലീറ്റ് ചെയ്യുന്നു പ്ലേബാക്ക് സിംഗർ ശ്രീ ശ്രീകുമാർ. നിങ്ങൾക്കറിയില്ല, നമ്മുടെ 8th സ്റ്റേജിൽ നമ്മുടെ കഴിഞ്ഞ എലിമിനേഷൻ എപ്പിസോഡിൽ ഒരു പ്രോമിസ് തന്ന നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ഉണ്ട്. വെൽ, ഷീ ഈസ് ബാക്ക്. ലെറ്റ്സ് വെൽക്കം ബാക്ക് ദ ലവ്ലി കാർത്തിക. സ്റ്റേജിൽ ബാക്കിയുള്ളത് നമ്മളുടെ 19 കണ്ടസ്റ്റന്റ്സ് ആണ്. ഇവരൊക്കെ വളരെയേറെ ടാലന്റഡ് ആണ്, അപാരമായ സിംഗേഴ്സ് ആണ്. സോ ഈ 19 കണ്ടസ്റ്റന്റ്സിനെയും ഈ അവസരത്തിൽ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സോ ഞങ്ങളുടെ പുതിയ ഒരു സ്റ്റേജ് ഇവിടെ തുടക്കമിടുകയാണ്. സോ അതിനു മുമ്പ് നമ്മുടെ ജഡ്ജസിന് ഇപ്പോഴത്തെ അവരുടെ ഫീലിംഗ് എന്താണ്? ലെറ്റ്സ് ആസ്ക് ശ്രീയേട്ടാ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് പാടണം. ഒരു നല്ല സ്റ്റേജ് ഞാനിവിടെ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ദൈവം അനുഗ്രഹിക്കും. താങ്ക് യു ശ്രീയേട്ടാ. ശരത് സർ, ഓരോ കോമ്പറ്റീഷനും ഓരോ സ്റ്റേജ് കഴിയുന്നതോറും അതിൻ്റെ അകത്തുള്ള സീരിയസ്നെസ് കൂടുന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുട്ടികൾക്കെല്ലാം ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആൻഡ് ഫൈനലി ചിത്ര ചേച്ചി. എന്നോട് പാടുന്ന എല്ലാ കുട്ടികൾക്കും അവർ നന്നായിട്ട് പാടാൻ പറ്റണേ എന്നുള്ളൊരു ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനയുണ്ട്. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു ചേച്ചി. ആൻഡ് ഓഫ് കോഴ്സ് കാർത്തിക, നമ്മുടെ 8th സ്റ്റേജിലെ ആദ്യത്തെ സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ടിരിക്കുന്നത് കാർത്തികയാണ്. സോ സന്തോഷം, വീണ്ടും വീണ്ടും സന്തോഷം. ബട്ട് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യും, നന്നായിട്ട് പാടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. യുനോ, സംഗീതത്തിന്റെ അപാരത ചില അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളുടെ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4ന്റെ 100th എപ്പിസോഡ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. റീജിയണൽ ക്യാൻസർ സെന്ററിൽ പോയി അവിടുത്തെ സുഖമില്ലാത്ത കുട്ടികളുടെ കൂടെയായിരുന്നു നമ്മൾ ആ നിമിഷം ചെലവഴിച്ചത്. ടൈമിൽ ആ കുറച്ച് സമയത്തിൽ നമ്മൾ ആ കുട്ടികൾക്ക് എന്തോരം സന്തോഷമാണ് നൽകിയതെന്ന് നമുക്ക് തന്നെ മനസ്സിലായി, അല്ലേ? പക്ഷെ അതിലുപരി ആ ഒരു ചെറിയ ജെസ്റ്റർ കാരണം വലിയ ഒരു ബെനിഫിറ്റ് ആണ് RCCക്ക് ഉണ്ടായിരിക്കുന്നത്. അത് പറയുന്നതിൽ വളരെ സന്തോഷമേ ഉള്ളൂ. ഈ ഒരു പാസ്റ്റ് ഫ്യൂ മന്ത്സിൽ നമ്മുടെ 100th എപ്പിസോഡിന്റെ ടെലികാസ്റ്റിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 1/2 കോടി രൂപയിലേറെ അവർക്ക് ഓൾറെഡി ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ട്രൂലി അമേസിംഗ്. ഒരു അൺബിലീവബിൾ സംഭവമാണ്. ആൻഡ് വാഗ്ദാനങ്ങളിലൂടെ, ഇമെയിൽസിലൂടെയും പെൻഡിങ് പേയ്മെന്റ്സിലൂടെയും അതിനെക്കാട്ടും കൂടുതലാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് നടന്നതിൽ ഏറ്റവും വലിയ കാരണം നിങ്ങൾ പ്രേക്ഷകരാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. 1000 നന്ദി ഫ്രം ആ സൈഡ്. പക്ഷെ നിങ്ങളോട് നേരിട്ട് നന്ദി പറയുന്നതിനായി റീജിയണൽ ക്യാൻസർ സെന്ററിലെ ശിശുരോഗ വിഭാഗ മേധാവി ഡോക്ടർ P. കുസുമകുമാരി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഐഡ് ലൈക്ക് ടു വെൽക്കം ദിസ് ലവ്ലി ലേഡി ഓൺ സ്റ്റേജ്. വെൽക്കം ടു ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4 മാം. താങ്ക് യു. അത്രയും ഒരു ഇമ്പാക്ട് ആണ് ഈ ഷോനുണ്ടായെന്ന് ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ഒരു ഫൈനാൻഷ്യൽ ഹെൽപ്പ് കിട്ടുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചതല്ല. വാസ്തവത്തിൽ കുഞ്ഞുങ്ങളെ ഒരു സന്തോഷിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം. സാധാരണ പാട്ടുകാര് അല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രിറ്റി ഗസ്റ്റിനെ കാണാൻ കുഞ്ഞുങ്ങൾക്ക് വളരെ ആഗ്രഹമാണ്. അപ്പൊ ഞാൻ ഈ ആഗ്രഹം ഒന്ന് ശ്രീകണ്ഠ സാറിനോടൊന്ന് പ്രകടിപ്പിച്ചു. ഏതെങ്കിലും സെലിബ്രിറ്റി ഗസ്റ്റിനെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒന്ന് കൊണ്ടുവരാമോ? അദ്ദേഹം ഉടൻ തന്നെ സമ്മതിക്കുകയും ഈ 100th എപ്പിസോഡ് അവിടെ വെച്ച് ഷൂട്ട് ചെയ്യുകയും ചെയ്തു. കുഞ്ഞുങ്ങളെ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുഞ്ഞുങ്ങളും പാരന്റ്സും എല്ലാവരും ഭയങ്കര ത്രില്ലിലായിരുന്നു. അപ്പൊ രാവിലെ തൊട്ട് അവര് വേഷം എല്ലാം മാറി ആഹാരം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവരിങ്ങനെ വന്ന് ഇപ്പൊ എല്ലാവരും വരും 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 എന്ന് പറഞ്ഞിട്ട്
ആ ത്രില്ല് അനുഭവിച്ചവർക്ക് കണ്ടവർക്ക് അത് മനസ്സിലാവുള്ളൂ. പക്ഷെ കുറച്ച് നെഗറ്റീവ് ആളുകൾ അയ്യോ കുഞ്ഞുങ്ങളെ കഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞെങ്കിലും ആക്ച്വലി ഒരാഴ്ചയായിട്ട് ആ കുഞ്ഞുങ്ങളെല്ലാം ഭയങ്കര ത്രില്ലായിരുന്നു. അത് തന്നെയായിരുന്നു ഞങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അതിന്റെ ഒരു ഇഫക്റ്റ് കിട്ടിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പൊ രഞ്ജിനി പറഞ്ഞതുപോലെ 1/2 കോടിയിലധികം ഞങ്ങൾക്ക് കാശ് കിട്ടിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളുടെ എല്ലാത്തരം ബെനിഫിറ്റിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വേറെ പലരും പല വാഗ്ദാനങ്ങളും തരുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഇനിയും തരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്കൊരു വളരെ വളരെ ഒരു സഹായമാണ് ഏഷ്യാനെറ്റും ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ നിങ്ങൾ പ്രേക്ഷകർ ഞങ്ങൾക്ക് തന്നത്. ഞാൻ പറയുമ്പോൾ ഐഡിയ സ്റ്റാർ സിംഗറിനും ഏഷ്യാനെറ്റിനും ആദ്യം നന്ദി പറയണോ പ്രേക്ഷകർക്ക് നന്ദി പറയണോ എന്ന് എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ്. എന്തായാലും ഞാൻ പ്രേക്ഷകർക്ക് ആദ്യം നന്ദി പറയുന്നു. കൂട്ടത്തിൽ ഐഡിയ സ്റ്റാർ സിംഗറിനും ഏഷ്യാനെറ്റിനും വീണ്ടും വീണ്ടും ഞാൻ എന്റെ നന്ദി പ്രകടിപ്പിക്കുന്നു. ഈ തന്നിരിക്കുന്ന ഒരു പൈസയും കുഞ്ഞുങ്ങൾക്കല്ലാതെ വേറെ ആർക്കും അത് പോയില്ല. ആ ഉറപ്പും കൂടി ഞാൻ പറയാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ Idea Star Singer Season 4. ഓൾറൈറ്റ്, സോ നമ്മുടെ 8th സ്റ്റേജ് ആസ് ഓൾവേസ് അടിച്ചു പൊളിച്ച് നമുക്കൊരു സ്റ്റാർട്ട് തുടക്കമിടണ്ടേ? സോ ഐ എം റിയലി ഹോപ്പിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു പാട്ട് പാടാൻ സാധിക്കും. റെഡി?